ഹായ് അനസ്. വെൽക്കം ബാക്ക്. അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ജിദ്ദ മല്ലു വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജിദ്ദയുടെ രാത്രി സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്രയാണ്. ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അനസുണ്ട്. എവിടെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അൽബേക്കിൽ പോയിട്ട് അവിടെ ഇരുന്ന് ബ്രോസ്റ്റ് കഴിക്കുക. അവിടെ എത്തി നോക്കുമ്പോൾ അവിടുത്തെ തിരക്കുണ്ട്, ഒരു അമ്പരന്ന് പോയി. കൊറോണ ആയതുകൊണ്ട് അകത്ത് കയറി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലയെന്ന് കണ്ടു. പിന്നെ പോരാതെ നല്ല തിരക്കാണ്, ഇപ്പോഴൊന്നും ഫുഡ് കിട്ടത്തില്ല. ശരിക്കും നമുക്ക് പ്ലാൻ ബി ആക്കിയാലോ? ഇനി പ്ലാൻ ബിയെ രക്ഷയുള്ളൂ. അതുകൊണ്ട് പ്ലാൻ ബിയിലേക്ക് തിരിച്ചു. അവസാനം നമ്മൾ ചെന്നെത്തിയത് ഒരു പുതിയൊരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യാനുള്ളൊരു ഹോട്ടലിലേക്കാണ്, ജക്കാർത്തയിൽ. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്, കാരണം ഞാൻ ഇന്തോനേഷ്യൻ ഫുഡ് ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. ഏതായാലും നമ്മൾ അകത്ത് കയറി. അകത്ത് ആളും ബഹളമൊന്നുമില്ല. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് അടക്കാനുള്ള ഒരു ചുറ്റുവട്ടം പോലെ തോന്നി. നമ്മളേതായാലും അകത്ത് കയറി അതിൻ്റെ മെനു ഒക്കെ നോക്കി. മെനുവിൽ പ്രൈസൊന്നും എഴുതിയിട്ടില്ല. ഏതായാലും വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. നല്ല വിശപ്പുണ്ട്. നമ്മൾ ഊഹിച്ചത് ശരിയാണ്. ഇപ്പോൾ ടേക്ക് അവേ ഉള്ളൂ. അകത്ത് ഇരുന്നിട്ട് കഴിക്കാനുള്ള സമയം കഴിഞ്ഞേക്കെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമ്മൾ ദൂരത്ത് നിന്ന് വരുന്നതാണ്, ഇവിടെ ഇരുന്നിട്ട് കഴിക്കാനുള്ളൊരു പെർമിഷൻ ചോദിച്ചു. അങ്ങനെ ഒരു സംഭവം. ക്യാഷ്യർ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത് ഇന്തോനേഷ്യൻ ഫുഡ് കഴിക്കാനാണ്. ഇത് രാത്രി 11:30 കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞേക്കുന്നു. ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജക്കാർത്ത മട്ടൺ മുഷക്കിൽ ഹാദാ. ഓക്കെ ഓക്കെ കൈഫ് ഓക്കെ. ഇത് ആൾക്കാരെല്ലാം പോയേക്കുന്നത്. ഞാനും അനസേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ VIP കസ്റ്റമർ പോലെ. നോർമൽ ടൈമിൽ അവർ പ്ലേറ്റിലാണ് തരാറ്. ഇതിപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവർ അലൂമിനിയം കണ്ടെയ്നറിലാണ് നമുക്ക് ഫുഡ് തന്നത്. പണി കഴിഞ്ഞ് പോകാനുള്ള തിരക്കില്ല. എന്തൊക്കെയുള്ളത് ആകെ ഇപ്പം മനസ്സിലാണ്. കോഴിമുട്ട, മക്രോണി, ബീഫ്, നൂഡിൽസ്, പൊട്ടാറ്റോ, സംഭവം അറിയില്ല. അനസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇന്തോനേഷ്യൻ ഫുഡ് ആയതുകൊണ്ട് നമുക്ക് ടേസ്റ്റിനെ കുറിച്ച് നിശ്ചയില്ല. അടിപൊളി. സ്പൈസി ആണോ? സ്പൈസി ഇല്ല, തീരെ സ്പൈസി ഇല്ല. സൂപ്പർ ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഫീൽ. ഓരോന്നും ട്രൈ ചെയ്തോ? ഒന്ന് നോക്കാം. പൊട്ടാറ്റോ എന്താണ്? ന്യൂഡിൽസ് എന്തൊക്കെ മിക്സ് ആണല്ലോ. നൂഡിലൊന്നും ഇട്ടേക്കട്ടെ. നൂഡിൽ ഇതിൽ കുറച്ച് റൈസ് ഉണ്ട് താഴെ. ഇതിങ്ങനെ മിക്സ് ചെയ്യണം. റൈസ് ഉണ്ട്. വെറൈറ്റി ഫീൽ. നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാമല്ലോ ഫുഡ്. എന്നുള്ള ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണ് ഇന്തോനേഷ്യ ഫുഡിൽ. ഇവിടെ ഒരുപാട് ഇന്തോനേഷ്യ ഉണ്ട്, പക്ഷേ ഈ റെസ്റ്റോറൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. എന്താ സാധനം അറിയില്ല. നമുക്ക് നോടാം.
സ്പൈസ് വളരെ കുറവാണല്ലേ? സ്പൈസ് നമുക്ക് ആഡ് ചെയ്യാൻ ഇതാ സ്പെഷ്യൽ സ്പൈസി സോസ് ഉണ്ട്. ഇതിൽ ഈ ഒരു സാധനം മിക്സ് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. സ്പൈസ് പ്രിഫർ ചെയ്യാത്ത ആൾക്കാർക്ക് അടിപൊളി സാധനം. എന്നാലും അത്യാവശ്യം അത് മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലേ? ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് വേറെ ഫുഡ് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഫുഡ് എവിടെയാണ് എഴുതി വെച്ചിട്ട് അതല്ലേ കിട്ടുള്ളൂ. ഇന്തോനേഷ്യയിലാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് ഏകദേശം ഒരു 3-4 വർഷം മുമ്പാണ് ഇന്തോനേഷ്യൻ ഫുഡ് ട്രൈ ചെയ്തത്. ശേഷം ഇപ്പോൾ ഇന്നാണ് ട്രൈ ചെയ്യുന്നത്. സംഭവം ഒരു വെറൈറ്റി ഫീലിംഗ് ആണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബീഫ് എഗ്ഗ് പൊട്ടാറ്റോ മക്രോണി നൂഡിൽസ് റൈസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടം ബഷീറിനെ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഹായ് ഒരു രസമല്ലേ? പേര് ചോദിച്ചു, ആരെയും കൂടെ വന്നതാണ്. ഓക്കെ മുഹമ്മദ്, അസ്സലാമു അലൈക്കും, ബൈ, ശുക്രാൻ, ജസാക്കല്ലാ. അൽബേക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അവിടെ അതിനകത്തിരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ആവട്ടെ. ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.